പ്രൈം ടൈമിലേക്ക് വിശദീയമായി നമ്മൾ പോകുന്നു. ഞാൻ ഉന്മേഷ് ശിവരാമൻ. നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്കാണ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJP-യിൽ പരസ്യപ്പോര്. പാലക്കാട്ട് തോൽവിക്ക് പിന്നാലെ കെ സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിവാൻ സന്നദ്ധത അറിയിച്ചെന്ന 24 വാർത്തയിൽ തുടർചലനങ്ങൾ. താൻ പദവിയിൽ തുടരണമോ വേണ്ടയോ എന്നത് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പ്രതികരിച്ച കെ സുരേന്ദ്രൻ വാർത്ത തള്ളിയില്ല. 24 വാർത്തയ്ക്ക് പിന്നാലെ BJP കേന്ദ്ര നേതൃത്വവും പ്രതികരണവുമായി രംഗത്തെത്തി. ഇന്ന് ഗുഡ് മോർണിംഗ് വിത്ത് SKNലാണ് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ രാജ്യസന്നദ്ധത അറിയിച്ചുവെന്ന വലിയ വാർത്ത 24 പുറത്തുവിട്ടത്. രാഷ്ട്രീയ കേരളം പിന്നെ ഈ വാർത്തയ്ക്ക് പിന്നാലെയായി. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, രാജിവെക്കാൻ അനുമതി നൽകണം, ദേശീയ നേതൃത്വം വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ട കാര്യം വിശദമായി 24 റിപ്പോർട്ട് ചെയ്തു. പിന്നീട് മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു. 24 വാർത്തയിൽ പ്രതികരണവുമായി തുടർന്ന് BJP ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കില്ലെന്നും രാജി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പ്രസ്താവന ഇറക്കി. സുരേന്ദ്രൻ രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാലക്കാട് പ്രഭാരി P. രഘുനാഥ് രംഗത്തെത്തി. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ ഒരു വ്യക്തിയോ ഒരു നേതാവോ നയിക്കുന്നതല്ല, ഒരു കൂട്ടായ പ്രവർത്തനമാണ്. കേരളം ഈ BJP വാർത്തയിൽ മാത്രം സജീവമായിരിക്കുമ്പോഴാണ് വാർത്താ സമ്മേളനത്തിനായി കെ സുരേന്ദ്രൻ എത്തിയത്. തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി കെ സുരേന്ദ്രൻ പറഞ്ഞു. 24ന്റെ വാർത്ത ശരിവെച്ചു. തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം കൂട്ടുത്തരവാദിത്തമാണെങ്കിലും ടീമിനെ നയിക്കുന്ന ആളെന്നുള്ള നിലയിൽ സംസ്ഥാന അധ്യക്ഷന് തന്നെയാണ്. രാജ്യസന്നദ്ധതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന വിധത്തിലായിരുന്നു മറുപടി. എൻ്റെ അധ്യക്ഷ സ്ഥാനം ഇപ്പോൾ ഒഴിയണമോ അതല്ല കാലാവധി തികയ്ക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കുന്നത് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ്. പാലക്കാട് തോൽവിക്ക് ശേഷം BJP-ക്കകത്തും പുറത്തുമായി സുരേന്ദ്രനെതിരെ ആക്രമണം രൂക്ഷമാണ്. സംഘടനയ്ക്കകത്തും പുറത്തുമായി നേതാക്കളുടെ പ്രതികരണം ഏറുന്നതിനിടയിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചത്. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയതോടെ പാലക്കാട് തോൽവിയിലുള്ള വേട്ടയാടലിൽ നിന്നും സുരേന്ദ്രൻ തൽക്കാലം രക്ഷപ്പെട്ടു. എന്നാൽ BJP-യിലെ പ്രശ്നങ്ങൾ ഇവിടെ തീരില്ല. ആരോപണ പ്രത്യാരോപണങ്ങൾ നിരത്തിയ നേതാക്കൾക്കു നേരെയുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി സംഘടന കടക്കുക. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. BJP സംസ്ഥാന അധ്യക്ഷനാകാൻ ഇനിയില്ല എന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരന്റെ പ്രതികരണം. 15 വർഷം മുൻപ് താൻ അധ്യക്ഷ പദവി ഒഴിഞ്ഞതാണെന്നും V. മുരളീധരൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് V. മുരളീധരൻ കൃത്യമായ മറുപടി പറഞ്ഞില്ല. മറുപടി പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷൻ ആണെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. BJP-യുടെ ഒരു മുതിർന്ന നേതാവായതുകൊണ്ടും 40-40 കൊല്ലമായിട്ട് മാധ്യമപ്രവർത്തകരുടെ സ്നേഹം അറിയുന്ന ആളായതുകൊണ്ടും ഞാൻ ആ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട വേദികളിൽ ഞാൻ പറയും. സംസ്ഥാന അധ്യക്ഷ സ്ഥാനം 15 വർഷം മുമ്പ് ഞാൻ ഒഴിഞ്ഞതാണ്. ഇനി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഞാൻ തിരിച്ചില്ല. പാർട്ടി എനിക്ക് ധാരാളം ചുമതലകളല്ലാതെ തന്നിട്ടുണ്ട്, ഇപ്പോഴും തന്നിട്ടുണ്ട്. പാലക്കാട്ട് തോൽവിക്ക് പിന്നാലെ BJP-യിൽ നേതാക്കൾ തമ്മിലുള്ള പോര് മുറുകുകയാണ്. BJP നേതൃത്വത്തിന് എതിരെയും കൃഷ്ണകുമാറിനെതിരെയും ആഞ്ഞടിച്ച് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ രംഗത്തെത്തി. തോൽവിയിൽ നഗരസഭാ കൗൺസിലർമാരെ താൻ കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് C. കൃഷ്ണകുമാർ വ്യക്തമാക്കി. പാലക്കാട്ടെ തോൽവിക്ക് പിന്നാലെ BJP ഭരണമുള്ള നഗരസഭയെ പഴിചാരി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം പുറത്തായതോടെയാണ് പൊട്ടിത്തെറികളുടെ തുടക്കം. കൗൺസിലർമാർക്കെതിരായ വിമർശനത്തിൽ പാലക്കാട്ടെ പ്രഭാരി P. രഘുനാഥിന് മറുപടിയുമായി ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ രംഗത്തെത്തി. C. കൃഷ്ണകുമാറിനും വിമർശനം. രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. ഇലക്ഷൻ സമയത്ത് ഓഫീസിൽ ഇരിക്കേണ്ടതല്ല ഉത്തരവാദിത്വം, വീടുകളിൽ പോകേണ്ടത് ആ പണിയാണ് ഞാൻ ചെയ്തിരിക്കുക. ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോളം 4 അതിർത്തികൾ അറിയൂ. അയാൾ എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ BJP-യുടെ മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അയാൾ യുവമോർച്ചയുടെ ബൂത്ത് പ്രസിഡന്റ്. അയാൾ എന്നെ ഒന്നും പഠിപ്പിക്കണ്ട. അയാൾ എന്ത് പറഞ്ഞു എനിക്കറിയാം. നഗരസഭയ്ക്കെതിരായ വിമർശനങ്ങളിൽ നേതൃത്വത്തിനെതിരെ നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ തുറന്നടിച്ചു. സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും പ്രമീള ശശിധരൻ. ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ, നിങ്ങളെന്താ BJP-യിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം. തോൽവിക്ക് കാരണം കൗൺസിലർമാർ എന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് C. കൃഷ്ണകുമാർ. നഗരസഭാ കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ മാധ്യമങ്ങൾ പറയണതല്ലേ.
അവരെ ഏൽപ്പിച്ച ദൗത്യം അവർ കൃത്യമായിട്ട് 100% 110% നന്നായി നിർവഹിച്ചു എന്നുള്ള അഭിപ്രായക്കാരനാണ് ആള്. ഇതിനിടെ UDF വിജയത്തിന്റെ ഭാഗമായി നടന്ന ലഡു വിതരണത്തിൽ നഗരസഭാ അധ്യക്ഷ പങ്കാളിയായതിനെതിരെ സി കൃഷ്ണകുമാർ വിഭാഗം രംഗത്തെത്തി. നഗരസഭയിലെ UDF കൗൺസിലർമാർ നടത്തിയ ആഘോഷത്തിൽ ലഡു സ്വീകരിച്ചതാണ് വിവാദമായത്. N ശിവരാജന് മധുരം നൽകാൻ ശ്രമിച്ചെങ്കിലും BJP പ്രവർത്തകർ തടയുകയായിരുന്നു. 24 പാലക്കാട്. ഇങ്ങനെ പാലക്കാട്ടെ BJPയിൽ തോൽവിയുടെ പേരിൽ പോരുമുറുകുകയാണ്. അതിനിടെയാണ് നാളെ BJPയുടെ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരാൻ പോകുന്നത്. സംഘടനാ തിരഞ്ഞെടുപ്പാണ് അജണ്ടയെങ്കിലും A ക്ലാസ് മണ്ഡലത്തിലെ തോൽവി ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ്. തോൽവിയുടെ ഉത്തരവാദിത്തം പരസ്പരം ആരോപിച്ച് വിവിധ വിഭാഗങ്ങൾ ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു. അതേസമയം K സുരേന്ദ്രന് കേന്ദ്ര നേതൃത്വം പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തു. സംഘടനാ തെരഞ്ഞെടുപ്പാണ് നാളെ കൊച്ചിയിൽ ചേരുന്ന BJP നേതൃയോഗത്തിന്റെ പ്രധാന അജണ്ടയെങ്കിലും അതിനപ്പുറം ഉപതെരഞ്ഞെടുപ്പ് തോൽവി ചൂടേറിയ ചർച്ചയാകും. പ്രതിരോധം എന്ന നിലയിൽ ഇതിനോടകം K സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. പാലക്കാട് C കൃഷ്ണകുമാറിനോട് എതിർപ്പുള്ള കൗൺസിലർമാരിൽ പലരും പാലം വലിച്ചു എന്നാണ് K സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ ആരോപിക്കുന്നത്. നിശ്ചയിച്ച സ്ഥലത്ത് പ്രചരണത്തിനെത്താതെ ശോഭാ സുരേന്ദ്രൻ തോൽവി ഉറപ്പാക്കാൻ ശ്രമിച്ചതായും P രഘുനാഥിന്റെ ഏകോപനം പാളിയെന്നും K സുരേന്ദ്രൻ വിഭാഗം തുറന്നടിക്കുന്നു. K സുരേന്ദ്രനെ കൈവിട്ട V മുരളീധരനും രാജിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം C കൃഷ്ണകുമാറിനും K സുരേന്ദ്രൻ അടക്കമുള്ളവർക്കുമെതിരെ പാലക്കാട്ടെ പ്രാദേശിക നേതാക്കൾ കടുത്ത വിമർശനം തുടരുകയാണ്. ഇതിനിടെ പാർട്ടിക്കുള്ളിലെ പോരിൽ K സുരേന്ദ്രന് പിന്തുണയുമായി ദേശീയ നേതൃത്വം രംഗത്തെത്തി. ആരും രാജിവെക്കുന്ന പ്രശ്നമില്ലെന്നും പുറത്തുവരുന്ന വാർത്തകൾ അസംബന്ധമെന്നും കേരളത്തിന്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ സമൂഹമാധ്യമങ്ങളിൽ വ്യക്തമാക്കി. പരസ്യ പ്രതികരണങ്ങൾ വിലക്കിയ നേതൃത്വം കടുത്ത നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് ആഭ്യന്തര സെക്രട്ടറിയുടെ സർക്കുലർ പുറത്തിറങ്ങി. വീഡിയോ ഫോട്ടോ ചിത്രീകരണത്തിന് കടുത്ത നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രയപ്പ് ചടങ്ങിനിടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ മകൾ വ്ലോഗ് ചിത്രീകരിച്ചുവെന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ സർക്കുലർ. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. ഉമേഷ്, പുതുതായി പുറത്തിറക്കിയ ഈ സർക്കുലറിൽ എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഉമേഷ്? സെക്രട്ടേറിയറ്റ് അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായി സിനിമ, സീരിയൽ ചിത്രീകരണം അടക്കം. എന്നാൽ അതിനുശേഷം സെക്രട്ടേറിയറ്റിൽ ഒരു യാത്രയപ്പ് ചടങ്ങുമായി ബന്ധപ്പെട്ട് ആ യാത്രയപ്പ് ചടങ്ങിൽ യാത്രയപ്പ് ലഭിക്കുന്ന ആ സെക്രട്ടേറിയറ്റ് ജീവനക്കാരിയുടെ മകൾ ഒരു വ്ലോഗ് ചെയ്തിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. 24 ആണ് ആ വ്ലോഗ് പുറത്തുവിട്ടത്. പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ പുതിയ ഉത്തരവ് പ്രകാരം നേരത്തെയുള്ള നിയന്ത്രണങ്ങൾ, അതായത് മറ്റ് ചിത്രീകരണങ്ങളൊന്നും പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങൾ തുടരും. അതോടൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഈ സമാനമായ രീതിയിൽ ആഘോഷങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റിനകത്ത് ചിത്രീകരണം നടത്തുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യാൻ പാടില്ല. അത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ കർശന നടപടിയിലേക്ക് പോകും. സെക്യൂരിറ്റി ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണം. ഏതെങ്കിലും രീതിയിൽ സെക്യൂരിറ്റി ജീവനക്കാർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതിരുന്നാൽ നിയമ നടപടിയിലേക്ക് പോകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. ആ രീതിയിലാണ് ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം ഈ നിർദ്ദേശങ്ങൾ കാണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത്, അതായത് വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എന്നിവ നിരോധിച്ചിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രത്യേക ബോർഡുകൾ സ്ഥാപിക്കാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് സെക്രട്ടേറിയറ്റിന്റെ ഉൾഭാഗം ലഭിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പുറത്ത് പ്രദേശങ്ങളിൽ ചിത്രീകരിക്കുന്ന രീതിയിലോ ഒരു വീഡിയോയും ഫോട്ടോഗ്രാഫിയും പാടില്ല എന്ന രീതിയിലുള്ള ബോർഡുകളും സ്ഥാപിച്ചു തുടങ്ങും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നേരത്തെ ഒരു വ്ലോഗ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായതാണ്. അത് 24 വാർത്തയാക്കിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. വിജയൻ പറയുന്നുണ്ട്, ഞാൻ ഈ ചാനൽ വിട്ട് തള്ളു കൂടുതൽ രാഷ്ട്രീയ ചായ്വ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു രാഷ്ട്രീയ ചായ്വും പ്രത്യേകമായി ആരോടുമില്ല എന്ന് അദ്ദേഹം ഓർക്കുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അത് താങ്കൾ ദയവായി തിരുത്തുക. മറ്റു വാർത്തകളിലേക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. വാഹന ഫിറ്റ്നസ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇടനിലക്കാർക്ക് കടിഞ്ഞാണിട്ട് മോട്ടോർ വാഹന വകുപ്പ്. ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളിൽ ഇനി മുതൽ ഏജന്റുമാർക്ക് പ്രവേശനമില്ല. വാഹന ഉടമയ്ക്കോ ഡ്രൈവർക്കോ മാത്രമായിരിക്കും പ്രവേശനം. ഗതാഗത കമ്മീഷണറുടേതാണ് ഈ പുതിയ നിർദ്ദേശം. സലീം മാലിക് ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. സലീം, എന്താണ് ഇപ്പോൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ? സലീം.
ഉന്മേഷ്, ഗതാഗത കമ്മീഷണറുടെ ഈ ഉത്തരവ് അത് പ്രധാനമായും ലക്ഷ്യമിടുന്നത് അഴിമതിയും കൈക്കൂലിയും തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സാധാരണഗതിയിൽ ഈ ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലേക്ക് ഏജന്റുമാർ ഉൾപ്പെടെയാണ് പോകുന്നത്. പലപ്പോഴും പല ഡ്രൈവിംഗ് സ്കൂളിലെയും അധ്യാപകരുൾപ്പെടെയുള്ളവരും ഏജന്റുമാരും ഉൾപ്പെടെയുള്ളവർ ഡ്രൈവിംഗ് ടെസ്റ്റിനായി പോവുകയും ഇവർ ഈ MVDയുമായി നേരത്തെ തന്നെ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാറുണ്ട്. പല സ്ഥലങ്ങളിലും അങ്ങനെ നേരത്തെ തന്നെ കൈക്കൂലി നൽകിയതിന് ശേഷം ഡ്രൈവിംഗ് പാസ്സാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ കണ്ടെത്തിയതുമാണ്. അതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ള ഏജന്റുമാരുടെ പ്രവേശനമേ ഗ്രൗണ്ടിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ കൈക്കൂലിയുടെ സാധ്യത ഇല്ലാതാക്കുക എന്ന നിലയിൽ പുതിയ ഉത്തരവ് അത് ഔദ്യോഗികമായി തന്നെ വരുന്നത്. നേരത്തെ തന്നെ ഈ ഉത്തരവ് വരും എന്ന് ഗതാഗത മന്ത്രി അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഗതാഗത കമ്മീഷണർ തന്നെ അത് ഔദ്യോഗികമായി പുറത്തിറക്കിയിരിക്കുന്നു. പ്രധാനമായും ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഒരു ഏജന്റുമാരും വേണ്ട എന്നുള്ളത് മാത്രമല്ല, പ്രവേശനം ഒന്നുകിൽ വാഹന ഉടമയ്ക്ക് അതല്ലെങ്കിൽ ഡ്രൈവർക്ക്, പിന്നീട് ഈ ഡ്രൈവറാണ് പ്രവേശിക്കുന്നതെങ്കിൽ യൂണിഫോം ധരിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. മാത്രമല്ല ഉത്തരവിൽ പറയുന്ന മറ്റു ചില പ്രധാന നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. ഈ ടെസ്റ്റിന് ഒരു ദിവസം അലോട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം അത് 40 ചുരുക്കണം എന്നുള്ളതാണ്. 40ലും തിരിവുകളുണ്ട്. അതായത് 40 പേരിൽ ആദ്യത്തെ 5 പേർ വിദ്യാർത്ഥികളോ അതല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാൻ ആവശ്യമുള്ളവരോ ആയിരിക്കണം. പിന്നീടുള്ള 10 പേർ അത് നേരത്തെയുള്ള ടെസ്റ്റുകളിൽ പരാജയപ്പെട്ടവരായിരിക്കണം. ബാക്കി 25 പേർ പുതിയ അപേക്ഷകരുമായിരിക്കണം. ആ നിലയിലായിരിക്കണം ഈ ക്രമീകരണം എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ശബരിമല സീസൺ കൂടിയായതിനാൽ പല സ്ഥലങ്ങളിലും ടെസ്റ്റിനെ മതിയായ നിലയിലേക്ക് ടെസ്റ്റ് ക്രമീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ അതിന് പകരം ക്രമീകരണം ഒരുക്കുകയും പകരം ദിവസങ്ങളിൽ കൂടി ടെസ്റ്റ് നടത്തുകയും വേണം. മാത്രമല്ല മതിയായ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ അവിടെ നിന്ന് മറ്റു ഉദ്യോഗസ്ഥരെ കൂടി ആ വകുപ്പിലേക്ക് വിന്യസിച്ചും ടെസ്റ്റ് നടത്താം എന്നുകൂടി ഉത്തരവിൽ പറയുകയും ചെയ്യുന്നു. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ മുനമ്പം ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം വരുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ശ്രമം, പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മാർ ജോസഫ് പാംപ്ലാനിയുടെ പ്രതികരണം വരുന്നത്. വയനാട് തോൽപ്പെട്ടിയിൽ കുടിലുകൾ പൊളിച്ച ആദിവാസി കുടുംബങ്ങളെ ഒഴിപ്പിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ ഗോത്രവിഭാഗം പ്രതിഷേധിച്ചു. ആദിവാസി കുടുംബങ്ങൾക്ക് പിന്തുണയുമായി കൽപ്പറ്റ MLA T സിദ്ദിഖ് സ്ഥലത്തെത്തി. പത്ത് 16 കൊല്ലമായിട്ട് താമസിക്കുന്ന വീട്ടിൽ അവർക്ക് വേറെ ഒരു വീടോ വേറെ താമസിക്കാനുള്ള ഒരു സൗകര്യമോ നൽകാതെ ആ വീട്ടിൽ നിന്ന് ഗർഭിണിയും സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ തെരുവിലേക്ക് വലിച്ചെറിയുക. ആ വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരമായ നടപടിയാണ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന OR കേളുവിൻ്റെ നിയോജകമണ്ഡലത്തിലാണ്. ഇത് പഞ്ചായത്തിലാണ്, നിയോജകമണ്ഡലത്തിലാണ്. ഇത് ചെയ്തിരിക്കുന്നത് വയനാടിൻ്റെ ചുമതലയുള്ളതായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതാണോ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ നയം? പ്രതിഷേധത്തിന് പിന്നാലെ ഗോത്ര കുടുംബങ്ങളെ വനം വകുപ്പ് ഡോർമെറ്ററിയിലേക്ക് മാറ്റി. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ. ഉത്തരവാദികളെ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡിൽ നിന്ന് റിപ്പോർട്ട് തേടിയെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. മിഥില ബാലൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഈ ഡോർമെറ്ററിയിലേക്ക് കുടുംബങ്ങളെ മാറ്റിയിട്ടുണ്ട്. ഒരു താൽക്കാലിക പരിഹാരം എന്നതിനപ്പുറം എന്താണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അവർ ആവശ്യപ്പെടുന്നത്? മിഥില. ഉന്മേഷ, ഇപ്പോൾ നിലവിൽ ഈ പ്രതിഷേധത്തെ തുടർന്ന് ഇവരെ വനം വകുപ്പിൻ്റെ തന്നെ ഡോർമെറ്ററിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. അവർക്കൊരു വീട് വെച്ച് നൽകുന്നതുവരെ ഈ ഡോർമെറ്ററിയിൽ അവർ താമസിക്കും. അവർക്കുള്ള എല്ലാ സംവിധാനം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഇവിടെ അവർക്ക് നൽകും എന്നാണ് ഇപ്പോൾ T സിദ്ദിഖ് MLA വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത്. ഇന്നലെ രാവിലെ 7:45 ഈ ഒരു ക്രൂര സംഭവം ഉണ്ടായത്. യാതൊരു തരത്തിലുള്ള മുന്നറിയിപ്പുമില്ലാതെ, ഒരു ബദൽ സംവിധാനമില്ലാതെ ഒരുക്കാതെയാണ് ഈ 3 കുടുംബങ്ങളെ, ആദിവാസി കുടുംബങ്ങളുടെ കുടിൽ അവിടെ നിന്നും പൊളിച്ചു മാറ്റിയത്. അവരുടെ വാക്കുകളാണ് നമ്മൾ ഈ വാർത്തയിൽ കേട്ടത്. ഇന്നലെ രാത്രി ഈ കുടിൽ പൊളിച്ച സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രദേശം എന്നത് കാട്ടാനകൾ വരുന്ന ഒരു പ്രദേശമാണ്. കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ ഒരു പ്രദേശമാണ്. അവിടെ അവർ ആ രാത്രി കഴിഞ്ഞ ആ സമയത്ത് പോലും കാട്ടാനകൾ അതിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നവർ പറയുന്നു. അത്ര കണ്ട് പേടിയോടെയായിരുന്നു അവിടെ
ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു വലിയൊരു ക്രൂരമായ ഒരു നടപടിയായിരുന്നു വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനാണ് വലിയ രീതിയിൽ ഇന്ന് ആദ്യം ഈ കുടുംബങ്ങളാണ് വനംവകുപ്പിൻ്റെ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. പിന്നാലെ ഈ കുടുംബങ്ങൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെത്തി, കോൺഗ്രസും BJP പ്രവർത്തകരും എത്തി. തൊട്ടു പിന്നാലെ MLA T സിദ്ദിഖ് എത്തുന്നു. അവിടെ കുത്തിയിരിപ്പ് സമരം ഈ കുടുംബങ്ങളോടും പ്രവർത്തകർക്കുമൊപ്പം കുത്തിയിരിപ്പ് സമരം നടത്തുന്നു. വനംവകുപ്പ് മന്ത്രിയെ വിളിക്കുന്നു. വനംവകുപ്പ് മന്ത്രിയെടുത്ത് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. ഈ ഒരു എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടിയെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു നടപടി വേണം എന്നാവശ്യപ്പെടുന്നു. തുടർന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ഈ ഒരു പ്രശ്നം പഠിക്കാൻ അല്ലെങ്കിൽ അന്വേഷിക്കാൻ വനം മന്ത്രി ചുമതലപ്പെടുത്തുന്നു. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഉണ്ടാകും എന്ന ഉറപ്പും വനംവകുപ്പ് മന്ത്രി നൽകുന്നു. പക്ഷേ പിന്നീടും കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. തുടർന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ട ആ ഒരു വനംവകുപ്പ് ഓഫീസിനുള്ളിലേക്ക് കയറിയുള്ള ഒരു പ്രതിഷേധത്തിന് വേദിയായത്. അവിടെ ആ ഓഫീസിനുള്ളിൽ അവർ കൊണ്ടുവന്ന ഈ ആദിവാസി കുടുംബങ്ങൾ കൊണ്ടുവന്ന പുല്ലുപായ ഉൾപ്പെടെ ഇട്ട് സ്ത്രീകൾ അവിടെ ആ ഓഫീസിനുള്ളിൽ ഇരുന്നു. T സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമുണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് തൽക്കാലത്തേക്ക് ഈ വനംവകുപ്പിൻ്റെ ഡോർമെട്രിയിലേക്ക് ആദിവാസി കുടുംബങ്ങളെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അവരെപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഉമേഷ്. ശരി, മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത്. അവരെ തൽക്കാലം ഡോർമെറ്ററിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് പുതിയ വീടുണ്ടാകും വരെ അവിടെ താമസിക്കാനുള്ള സൗകര്യം നൽകും എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമ്മളിനി മണിപ്പൂരിലേക്കാണ് പോകുന്നത്. മണിപ്പൂർ കലുഷിതം. മണിപ്പൂരിൽ ആശങ്ക ഒഴിയുന്നില്ല. ജിരിബാമിൽ 3 വയസ്സുകാരനും അമ്മയും മുത്തശ്ശിയും കൊല്ലപ്പെട്ടത് അതിക്രൂരമായിട്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോപ്പി കർഷകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി ഇടപെട്ട് സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് മണിപ്പൂർ PCC അധ്യക്ഷൻ മേഘചന്ദ്ര 24നോട് പ്രതികരിച്ചു. ഒരു കുടുംബത്തിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 6 പേരാണ് ജിരിബാമിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് പുറത്തുവന്നത്. 3 വയസ്സുകാരനായ എൽ ഷിങ്കെയിൻ ഹാംബ സിംഗിന്റെ തലയോട്ടിയിൽ വെടിയുണ്ട തുളച്ചു കയറിയിട്ടുണ്ട്. നെഞ്ചിലും ശരീരത്തിലും മുറിവേറ്റ പാടുകളുണ്ട്. കുട്ടിയുടെ അമ്മ എൽ ഹെയ്തോൻബി ദേവിയുടെ ശരീരത്തിൽ നിന്ന് 3 വെടിയുണ്ടകൾ കണ്ടെടുത്തു. മുത്തശ്ശിയുടെ ശരീരത്തിൽ 5 വെടിയുണ്ടകളാണ് ഏറ്റതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. കൊലപാതകത്തിന് പിന്നിൽ കുക്കികളാണ് എന്നാണ് ആരോപണം. മണിപ്പൂരിൽ പോപ്പി കർഷകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി N ബിരേൻ സിംഗ് പറഞ്ഞു. കാങ്പോക്പിയിലെ പോപ്പി കൃഷിക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്ന് നാഗ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി ഇടപെടുന്നില്ലെന്ന് PCC അധ്യക്ഷൻ മേഘചന്ദ്ര 24നോട് പറഞ്ഞു. The central government still in silent mood. Why Honorable Prime Minister neglecting the issues of Manipur and is not concerning seriously of this violence in Manipur? മണിപ്പൂർ സംഘർഷം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MPമാരായ ഡീൻ കുര്യാക്കോസും ബെന്നി ബെഹനാനും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മണിപ്പൂരിലെ പോപ്പി കർഷകർക്കെതിരെ കർശന നിലപാടെടുക്കാനാണ് സർക്കാർ തീരുമാനം. സുരക്ഷ കണക്കിലെടുത്ത താഴ്വരകളിലെ സ്കൂളുകൾ 2 ദിവസത്തേക്ക് കൂടി അടച്ചിടും. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. വിനീത VG 24 ഡൽഹി. ഏറ്റുമുട്ടലും ആക്രമണങ്ങളും തുടരുന്ന മണിപ്പൂരിൽ 50,000-ഓളം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ഗർഭിണികൾക്കായി പ്രത്യേകം ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട് സർക്കാർ. ഇരകളായ 17 ഗർഭിണികളാണ് ഇംഫാലിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതിൽ 3 പേർ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മടങ്ങി. ഇംഫാലിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വിനീത VG തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മണിപ്പൂരിനെ സംബന്ധിച്ച് ഒരു വശത്ത് ആക്രമണങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ തുടരുകയാണ്. മറുവശത്ത് ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. ഓരോ നിമിഷവും വളരെയധികം ആശങ്കയോടെ ജീവിക്കുകയാണ് മണിപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ. അങ്ങനെ ദയനീയമായൊരു സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാലിലുള്ള ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഇവിടെയുള്ളവരെല്ലാം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ്. ഇവർക്ക് വേണ്ടി മാത്രം പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്ന ഒരു ക്യാമ്പാണ്. ഇവരൊക്കെ ഈ ആക്രമണത്തിന്റെയും ഏറ്റുമുട്ടലിന്റെയും ഒക്കെ ഇരകളാണ്. ഇവിടെ 14 ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണുള്ളത്. ഇവരുടെ കുടുംബം, ഇവരുടെ മാതാപിതാക്കൾ, ഇവരുടെ മറ്റ് ബന്ധുക്കൾ, ഇവരൊക്കെ തന്നെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. ഇവരുടെ ഒരു ആരോഗ്യം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ക്യാമ്പ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ദീദി, കൈസെ ചൽ രഹേ ഹൈ ആപ്കാ ലൈഫ് ഇധർ से? हम लोग तो हम इधर में रहने का टाइम में हम बहू को प्रेग्नेंट है ना, इसलिए इधर में रहता, इसलिए हम लोग को बहुत तकलीफ है. इसलिए हम लोग इधर लिलिके में रहने के टाइम में तो इतना ज़्यादा कमाने को नहीं होता. इधर रहने का तो गवर्नमेंट ने हम लोग को खाने पीने को देता, इसलिए हम लोग इधर ही रहता है.
घर तो जला गया। हम लोग दूर में घर में कोई भी नहीं है, हम लोग इधर में आके लेके में रहता। हम लोग पहले भागने के टाइम तो हम लोग बर्मा में भागा। അവർ പറയുന്നത് അവരുടെ വീടൊക്കെ പൂർണ്ണമായും പോയി, അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ മറ്റ് സ്ഥലങ്ങളിലാണുള്ളത്. സർക്കാർ തലത്തിൽ തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, ഇവർ ഗർഭിണികളായതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണമൊക്കെ ആവശ്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ അവർക്ക് നൽകുകയാണ്. अभी मैं 9 मंथ और इधर डॉक्टर आके चेकअप वेकअप सब करता है इधर। और അനീഫയാണ്. അനീഫ ഇപ്പോൾ പറയുന്നത് അവർക്ക് 9 മാസമാണ് ആയിട്ടുള്ളത്. അവർ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. ഇവരുടെ വീടും മറ്റും ആക്രമണത്തിൽ നഷ്ടമായി. ഒപ്പം തന്നെ സുരക്ഷിതമായൊരു ക്യാമ്പിലേക്ക് ഇവരുടെ മറ്റ് ബന്ധുക്കളൊക്കെ തന്നെ അവിടെയാണ് ഉള്ളത്. ഇങ്ങനെ ഓരോ നിമിഷവും വലിയ ആശങ്കയും ഒക്കെയാണ് ഈ മണിപ്പൂരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരൊക്കെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളാണ്. ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണത്തിനും മറ്റുമായി ഇവിടെ കൊണ്ടുവന്ന് ഇവരിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പേർ, ഇവരുടെ ഉണ്ടായിരുന്ന 3 പേർ അവർ സുഖകരമായി പ്രസവിച്ചവർക്ക് 3 ആൺകുഞ്ഞുങ്ങളുണ്ട്. അവർ 3 പേരും സുരക്ഷിതമായി മറ്റ് സ്ഥലങ്ങളിലാണുള്ളത്. മെയ്തൈ വിഭാഗം ആളുകൾ കഴിയുന്ന ക്യാമ്പാണ്. അതുകൊണ്ട് തന്നെ കുക്കി വിഭാഗത്തിലുള്ളവർ അവരുടെ വീടുകളിലേക്കൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നുവെന്ന് അവർ പറയുന്നുണ്ട്. വലിയ ആശങ്കയോടുകൂടിയാണ് ഇവിടേക്ക് ഇവരൊക്കെ എത്തിയത്. പക്ഷേ ഇവിടെ ഒരു കുടുംബം പോലെ എന്നതുപോലെ തന്നെയാണ് അവർ ഇവിടെ കഴിയുന്നത്. അവർ പരസ്പരം സഹായിക്കുന്നുണ്ട്. പരസ്പരം അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പരസ്പരം അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. നമുക്ക് ഈ കാണാൻ കഴിയുന്നത് പോലെയൊക്കെ എല്ലാവരും ഇങ്ങനെ ഗർഭിണികളായിട്ടുള്ളവരാണ്. കിतना मंथ? 9 मंथ है ना? ठीक है ना? ठीक है. हेल्थ ओके ना? കൃത്യസമയത്ത് ഇവർക്ക് ഭക്ഷണം നൽകാനും 2 നേരം, ഒരു ദിവസത്തിൽ 2 നേരം ഇവർക്ക് മെഡിക്കൽ പരിശോധനയ്ക്കും ഒക്കെയായി ഡോക്ടർമാരും ഒക്കെ ഇവിടെ എത്തും. ഇങ്ങനെ ഓരോ നിമിഷവും മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വേദനിക്കുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും ഇവരൊക്കെ ഇവിടെ ഈ ഒരു ക്യാമ്പിൽ ഇവരൊക്കെ സുരക്ഷിതരായി കഴിയുകയാണ്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത വിജി, 24. ഈ റിപ്പോർട്ട് കാണുന്ന ആരിഫ് ചോദിക്കുന്നുണ്ട്, മണിപ്പൂരിൽ എന്നാണ് സമാധാനം ഉണ്ടാവുക, ചർച്ച ചെയ്ത് തീരുമാനമാകാത്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയും അടിയന്തരമായി തന്നെ പ്രശ്നപരിഹാരം വേണമെന്നുള്ള ആവശ്യം ഒട്ടേറെ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ എന്ന് സാധ്യമാകും എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യം തന്നെയായി അവശേഷിക്കുന്നുണ്ട്. വിനീത വിജിക്ക് ബിഗ് സല്യൂട്ട് എന്ന് സിന മുഹമ്മദ് പറയുന്നുണ്ട്. സുജാതയും അത്തരത്തിൽ സമാനമായ അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. നമ്മൾ മണിപ്പൂരിൽ നിന്ന് തിരികെ എത്തുകയാണ്. ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് തുടക്കമായ ദിവസമാണ്. ആ വാർത്തയിലേക്കാണ് ഇനി. അദാനി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ബുധനാഴ്ച വരെ പിരിഞ്ഞു. സഭാ സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തെ രൂക്ഷമായി വിമർശിച്ചു. माननीय सदस्यगण, मैं अत्यंत दुख के साथ सभा को വഖഫ് ഭേദഗതി ഉൾപ്പെടെ സുപ്രധാന ബില്ലുകൾ പരിഗണിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഭരണ പ്രതിപക്ഷങ്ങളുടെ ഏറ്റുമുട്ടലിന് സാക്ഷ്യം വഹിക്കും എന്നതിന്റെ സൂചനയാണ് ആദ്യ ദിനം. അദാനി വിഷയം ഉയർത്തി കേന്ദ്ര സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. അന്തരിച്ച മുൻ അംഗങ്ങൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ ലോക്സഭയിൽ പ്രതിപക്ഷം വിഷയം ഉന്നയിച്ചു. രാജ്യസഭയിൽ മല്ലികാർജുൻ ഖാർഗെ ചർച്ച ആവശ്യപ്പെട്ടെങ്കിലും സഭാധ്യക്ഷൻ തള്ളി. We can explain because the Adani regarding this bribery case is affecting the entire country. Modi ji is supporting him. നിർത്തിവെച്ച ഇരുസഭകളും വീണ്ടും ചേർന്നെങ്കിലും പ്രതിപക്ഷ ബഹളം തുടർന്നു. ബുധനാഴ്ച വരെ ഇരുസഭകളും പിരിഞ്ഞു. Mr. Vaiko, you came to this house in 1974. Whole country is concerned about the water. സമ്മേളനത്തിനു മുമ്പായി മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിപക്ഷത്തിന് നേരെ ആഞ്ഞടിച്ചു. ജനങ്ങൾ തള്ളിക്കളഞ്ഞവർ പാർലമെന്റിനെ അലങ്കോലപ്പെടുത്തുന്നെന്ന പ്രധാനമന്ത്രി. स्वस्थ चर्चा हो, ज्यादा से ज्यादा लोग चर्चा में अपना योगदान दें। दुर्भाग्य से कुछ लोगों ने अपने राजनीतिक स्वार्थ के लिए जिनको जनता ने अस्वीकार किया है. നാളെ നടക്കുന്ന ഭരണഘടനാ ദിനാഘോഷ ചടങ്ങിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കണമെന്നാവശ്യപ്പെട്ട്
ഇന്ത്യ സഖ്യ നേതാക്കൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. 24 ഡൽഹി. ഇനി കേരളത്തിലേക്ക്. അവിടെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ പല വിഷയങ്ങളിൽ നിറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ജമാഅത്തെ ഇസ്ലാമിയുമായി തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന വി.ഡി. സതീശന്റെ ആരോപണം മുഖ്യമന്ത്രി ഇന്ന് തള്ളി. തെരഞ്ഞെടുപ്പിൽ വിശ്വസിക്കാത്തവരായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. നിങ്ങളന്ന് സ്വതന്ത്രമാണെന്ന് പറയാറുണ്ടായിരുന്നു. ആ സ്വതന്ത്ര വേഷം കാണിക്കുന്നതിന് ഏതെങ്കിലും 1-2 സ്ഥലത്ത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ചിലപ്പോൾ പിന്താങ്ങിയിട്ടുണ്ടാകാം. ഞങ്ങൾ നിങ്ങളുമായി ഒരു ഘട്ടത്തിലും തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടില്ല. ഹോൾസെയിലായിട്ട് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുമില്ല. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറം നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇപ്പോഴതാണോ പ്രിയങ്ക ഗാന്ധിക്ക് പരസ്യ പിന്തുണയല്ലേ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചത്? എന്ത് പറയാനുണ്ടായി കോൺഗ്രസിന്? ജമാഅത്തെ ഇസ്ലാമിന്റെയും SDP-യുടെയും പിന്തുണ പരസ്യമായി വരുമോ? പ്രതികരിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ മത്സരം വോട്ടിന് വേണ്ടിയാണ് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ വോട്ട് ഏതുമാകാമെന്നാണോ? മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വർഗീയത പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഓന്തിനെ പോലെ നിറം മാറുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. പാലക്കാട് LDF ചെയ്തതെല്ലാം തിരിച്ചടിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വീണ്ടും ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ഇപ്പോൾ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഭൂരിപക്ഷ പ്രീണനവുമായി മുമ്പോട്ട് പോവുകയാണ്. പാലക്കാട് എന്തെല്ലാം ഉണ്ടായി? ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിയിട്ട് എല്ലാം തിരിച്ചടിച്ചു CPM-ന്. അത്രയേ ഉള്ളൂ. CPM-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വന്നു. BJP-യുടെ വോട്ട് കുറഞ്ഞതാണ്, താഴേക്ക് പോയതാണ്. പാലക്കാട്ടെ UDF വിജയത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഇന്ന് പ്രതികരിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ജയത്തെ അംഗീകരിക്കുന്നു, പക്ഷേ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയില്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. എന്നാൽ SDP, ജമാഅത്തെ ഇസ്ലാമി എന്നിവരുടെ വോട്ട് വാങ്ങിയെന്ന് VK ശ്രീകണ്ഠൻ ഇന്ന് പറഞ്ഞു. RSSന്റെ മറുവശമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും MV ഗോവിന്ദന്റെ പ്രതികരണം. പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പരിമിതിയൊക്കെ ഉണ്ട്. ആ പരിമിതിയെല്ലാം വെച്ചുകൊണ്ട് ജയിച്ചു, ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ എങ്ങനെയാ ജയിച്ചേ? എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയേ? എവിടെ നിന്നാണ് ഈ ഭൂരിപക്ഷം? ഞങ്ങൾ വർഗീയ ശക്തിയുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്നാണ് രാഹുൽ മാക്കൂട്ട് ആദ്യം പറഞ്ഞത്. പിന്നെ ശ്രീകണ്ഠൻ ഇന്ന് പറഞ്ഞു MP ഞങ്ങൾ SDP-യുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട്. ഈ ഭൂരിപക്ഷം വേറെ എവിടുന്നും വന്നതല്ല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് RSSന്റെ കൗണ്ടർ പാർട്ടാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മുനമ്പം സജീവമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ശ്രമം എന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രതികരണം. പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം. സമുദായത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വഖഫിനെ ആശ്രയിക്കുന്നതിൽ എതിർപ്പില്ല. മുനമ്പത്ത് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നും മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രതികരണം. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വഖഫ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. ന്യായമായ ആവശ്യങ്ങള് മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും ക്രൈസ്തവരെന്ന നിലയില്, കത്തോലിക്ക കോൺഗ്രസ് എന്ന നിലയില് ഞങ്ങൾക്ക് 100% പിന്തുണയേ ഉള്ളൂ. ഞങ്ങൾ സഹകരിക്കുന്നവരാണ്. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമല്ലേ ഇത്? മുനമ്പത്ത് എന്നല്ല, ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെയും പേരിൽ പിടിച്ചെടുക്കാം എന്നാരും വ്യാമോഹിക്കരുത്. സജോ ദേവസ്യുണ്ട് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സജോ, ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സജോ.
ഉന്മേഷ്, മുനമ്പത്തെ ഭൂമി പ്രശ്നം ഒരു രാഷ്ട്രീയ വിഷയമാണ്, അതൊരു സാമൂഹിക വിഷയം കൂടിയാണ്. വലിയ തോതിൽ ചർച്ച നടക്കുന്നുണ്ട്. ഒരു വശത്ത് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിയോഗിക്കുമ്പോഴും മുനമ്പത്തെ സമരം തുടരുന്നുണ്ട്. അവിടുത്തെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും, സാധാരണക്കാരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. കുടിയിറക്കൽ എന്ന നയം സർക്കാരിനില്ല എന്ന് മുഖ്യമന്ത്രിയും ഇന്ന് കൂത്തുപറമ്പിൽ നടന്ന പരിപാടിയിൽ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ മുതലെടുപ്പിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കം പല ഘട്ടങ്ങളിൽ ഉന്നയിക്കുകയും അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തതാണ്. ആ വിഷയത്തിലാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനിയുടെ പ്രതികരണം. മുസ്ലിം സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ വഖഫ് വിഷയത്തിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ, അതായത് കർഷകരെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, മുസ്ലിം സമുദായം വഖഫ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സമുദായത്തിൻ്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി വഖഫിനെ ആശ്രയിക്കുന്നതിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പില്ല. ആ വിഷയത്തിൽ തർക്കമില്ല. അതേസമയം എന്ത് വിഷയത്തിൻ്റെ പേരിലാണെങ്കിലും, എന്ത് നിയമപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണെങ്കിലും മുനമ്പത്തടക്കമുള്ള മനുഷ്യരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ എന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല, അത് അനുവദിക്കില്ല. അവരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക മാത്രമാണ് പോംവഴിയെന്ന് മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെയും വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പോലും സാധ്യത തേടേണ്ട ആവശ്യമില്ല. അവിടെ പ്രശ്നപരിഹാരം എന്നത് അവരുടെ റവന്യൂ അവകാശങ്ങളും, മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം പൂർണ്ണമായും, അതായത് അവരുടെ ഭൂമിയിലെ മേലുള്ള അവകാശം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നാണ്. അതായത് നികുതി അടക്കം ഇപ്പോൾ നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും പ്രശ്നം നേരിടുന്നു. നിയമപരമായി മാത്രമേ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ പോലും അങ്ങനെയല്ലാതെ മറ്റൊരു പരിഹാരത്തിനും അവിടെ സ്കോപ്പില്ല. അങ്ങനെ അവരെ അവിടെ നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് കുടിയൊഴിപ്പിക്കാമെന്ന് വ്യാമോഹിക്കരുത്. ഇത് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അങ്ങനെ കാണേണ്ടതുമില്ല. പക്ഷേ പ്രശ്നപരിഹാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് സാധ്യത അവശേഷിക്കുന്നില്ല. അതായത് വിട്ടുവീഴ്ച എന്നൊരു സാധ്യതയില്ല. പകരം അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം. അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഉന്മേഷ്. ശരി, സജോ ദേവസിയാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രതികരണവും ഈ വിഷയത്തിലുണ്ടായി. മുനമ്പ് ഭൂമി പ്രശ്നത്തിൽ നിയമപരമായ നിലപാട് മാത്രമേ സർക്കാർ സ്വീകരിക്കൂ എന്ന് മുഖ്യമന്ത്രി. നികുതി അടയ്ക്കുന്നതിൽ സ്റ്റേ നീക്കാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും. കാലങ്ങളായി മുനമ്പത്ത് താമസിക്കുന്ന കുടുംബങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചു. 3 മാസം കൊണ്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കമ്മീഷൻ നൽകണം എന്നും അതോടെ വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. അതോടൊപ്പം ഹൈക്കോടതിയുടെ സ്റ്റേയിൽ നികുതി അടക്കാൻ പാടില്ല, അല്ലെ നികുതി അടക്കാൻ തീരുമാനിച്ചത് സ്റ്റേ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നികുതി അടക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേ നീക്കി കിട്ടുന്നതിന് ഹൈക്കോടതിയെ സർക്കാർ സമീപിക്കും. ഹൈക്കോടതിയിൽ വിവിധ കേസുകളിൽ, ആ കേസുകളിൽ ഈ കൈവശാവകാശക്കാർക്കും അവിടുത്തെ സ്ഥിരതാമസക്കാർക്കും അനുകൂലമായ നിലപാട്, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. പ്രൈം ടൈമിലേക്ക് തിരികെ. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ 3 സഹപാഠികളും ബുധനാഴ്ച വരെ പോലീസിന്റെ കസ്റ്റഡിയിൽ. 3 പ്രതികളെയും ഒരുമിച്ചിരുത്തി വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. രാവിലെ 11:30യോടെയാണ് 3 പ്രതികളെയും പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച കോടതി ബുധനാഴ്ച രാവിലെ 11 മണിവരെ കസ്റ്റഡി അനുവദിച്ചു. കസ്റ്റഡി നൽകരുതെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി തള്ളി. പത്തനാപുരം സ്വദേശിനി അലീന ദിലീപ്, ചങ്ങനാശ്ശേരി സ്വദേശിനി അഷിത, കോട്ടയം സ്വദേശിനി അഞ്ജന എന്നിവരാണ് കേസിലെ പ്രതികൾ. 3 പേർക്കെതിരെയും നിലവിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. കസ്റ്റഡിയുള്ള പ്രതികളെ അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണോ എന്ന കാര്യത്തിൽ അന്വേഷണ സംഘം തീരുമാനമെടുക്കുക. 24 പത്തനംതിട്ട. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ഗവർണർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ABVP. ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ഇത് പരിശോധിക്കണമെന്നും ആവശ്യമുണ്ട്. കേസെടുക്കണം DMO ഉൾപ്പെടെയുള്ളവർക്കെതിരെ എന്നാണ് ഇപ്പോൾ ഈ പരാതിയിലെ മറ്റൊരാവശ്യം. AV ജയശങ്കർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ, എന്തൊക്കെയാണ് വിവരങ്ങൾ? അതായത് ഉന്മേഷ സംഭവവുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർക്ക്, ജനറൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച സംഭവിച്ചു എന്ന കാര്യം പരിശോധിക്കണമെന്നാണ് ABVP ഗവർണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത്. ഈ ആശുപത്രിയിലെ CMO ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകണമെന്നും ഈ ഒരു പരാതിയിൽ പറയുന്നു. ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകുന്ന കാര്യത്തിൽ വലിയ വീഴ്ച സംഭവിച്ചു എന്നാണ് ABVPയുടെ പരാതിയിൽ പറയുന്നത്. സംഭവത്തിൽ ഈ മരണത്തിൽ അടിമുടി ദുരൂഹതയുണ്ടെന്നും ABVP ആരോപിക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി ABVP
പ്രവർത്തകർ ഗവർണർക്ക് നൽകിയിട്ടുണ്ട്. അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗവർണർ ആയിരിക്കും സ്വീകരിക്കുക. എന്തായാലും ഈ പരാതി നിലവിൽ ഗവർണറുടെ പക്കലുണ്ട്. ഈ പരാതിയിൽ ഇതുവരെ തുടർ നടപടികൾ ഗവർണർ സ്വീകരിച്ചിട്ടില്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്ന് 3 പ്രതികളെയും പോലീസ് കസ്റ്റഡിയിലിരുത്തി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. 3 ദിവസമാണ് നിലവിൽ കോടതി ഈ പ്രതികളുടെ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത്. പോലീസ് അന്വേഷണം ഒരു തലത്തിൽ പുരോഗമിക്കുന്നുണ്ട്. മറ്റൊരു തലത്തിൽ നിലവിൽ ആരോഗ്യ സർവകലാശാല നിയോഗിച്ച സമിതിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന്റെ റിപ്പോർട്ട് ഈ ആഴ്ച തന്നെ നൽകുമെന്നാണ് വിവരം. അതിനിടയിലാണ് ABP പ്രവർത്തകർ നിലവിൽ ഈ ആശുപത്രി അധികൃതർക്കെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി പരാതി നൽകിയിരിക്കുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നും CMO ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാണ് ABP പരാതിയിൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഇനി നമ്മൾ പോകുന്നത് ശബരിമല വാർത്തയിലേക്ക്. ചരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ഇന്ന് 9 മണിവരെ 75,000 തീർത്ഥാടകർ ദർശനം നടത്തി. ശബരിമലയിൽ ഭക്തർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. സന്നിധാനത്ത് ഇന്നിപ്പോൾ MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രതീഷ്, ഭക്തജന തിരക്കാണല്ലോ ഇന്നും ശബരിമല സന്നിധാനത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതീഷ്. ഉന്മേഷ, മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം 10ാം ദിവസം കഴിയുമ്പോൾ ശബരിമലയിലേക്ക് തീർത്ഥാടകരുടെ വലിയ തിരക്കാണ്. ഇന്നലെ ഈ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ചെറിയ കുറവുണ്ടായിരുന്നെങ്കിലും ഇന്ന് പുലർച്ചെ നട തുറന്നത് മുതൽ തന്നെ ശബരിമലയിൽ വലിയ തീർത്ഥാടക തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതിനോടകം തന്നെ 75,000 തീർത്ഥാടകർ ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും അയ്യപ്പ ദർശനത്തിനായി നിരവധി തീർത്ഥാടകരാണ് ഈ 18ാം പടി കയറി എത്തുന്നത്. ഈ 80,000-ന് മുകളിൽ ഇന്ന് ഭക്തരുടെ എണ്ണം പോകുമെന്നതാണ് ഈ തീർത്ഥാടകരുടെ വരവിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല, ഈ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായാണ് സ്പോട്ട് ബുക്കിംഗ് വഴി കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തിത്തുടങ്ങുന്നത്. കാരണം തുടർച്ചയായി 3 ദിവസങ്ങളിൽ 10,000-ന് മുകളിലാണ് സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. 10,000 വരെ സ്പോട്ട് ബുക്കിംഗ് ദേവസ്വം ബോർഡും പോലീസും നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയാലും ആ തീർത്ഥാടകരെ എല്ലാം തന്നെ കടത്തിവിടും എന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകരും സ്പോട്ട് ബുക്കിംഗ് സേവനം പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. വരും ദിവസങ്ങളിലും ശബരിമലയിൽ തിരക്ക് കൂടാനുള്ളൊരു സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. കാരണം 12 വിളക്ക് നടക്കാനിരിക്കുകയാണ്. 12 വിളക്കിന് ശേഷമായിരിക്കും ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം സാധാരണ വർദ്ധിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തും. പക്ഷേ ഇത്രത്തോളം തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുമ്പോഴും വലിയ ഒരു തിരക്ക്, അല്ലെങ്കിൽ അതൊരു പ്രകടമായ ഒരു തിരക്ക് ശബരിമലയിൽ അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഭക്തരെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കൃത്യമായ ക്രമീകരണങ്ങളോടുകൂടി തന്നെ ഭക്തരെ 18ാം പടി കയറ്റാനായത് വലിയ ആശ്വാസമായി കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ തീർത്ഥാടകർ എത്തിയാൽ തന്നെയും തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് ഇവർക്ക് ദർശനം നടത്താൻ, അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ കഴിയുമെന്നതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. നാളെയും 70,000-ന് മുകളിലാണ് വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗും ഉള്ളത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന എല്ലാ തീർത്ഥാടകരും ആ ദിവസത്തിൽ എത്താറില്ല. ആ എണ്ണം കൂടി സ്പോട്ട് ബുക്കിംഗിലേക്ക് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണ് എന്തായാലും നിലവിൽ ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉന്മേഷ്. MG പ്രതീഷാണ് ശബരിമല സന്നിധാനത്തെന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്ത് ഇന്നും ഭക്തജന തിരക്കാണ്. ഇനി ഇന്നത്തെ പകലിൽ സംഭവിച്ച വാർത്തകളിലേക്കാണ്. വാർത്താ പകൽ. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് വൻ വോട്ട് ചോർച്ച. മന്ത്രി OR കേളുവിന്റെ തിരുനെല്ലി പഞ്ചായത്തിലും UDF-ന് ലീഡ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിൽ NDA-ക്ക് നേട്ടം. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് അയവില്ല. 2.5 വർഷത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ലെന്ന് ഏക്നാഥ് ഷിൻഡെ. അജിത് പവാറിന്റെയും RSSന്റെയും പിന്തുണ ദേവേന്ദ്ര ഫട്നാവിസിന്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വൈകിയേക്കും. മണിപ്പൂരിലെ ജിരിബാമിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. കൊല്ലപ്പെട്ട സ്ത്രീകളുടെ ശരീരത്തിൽ വെടിയേറ്റെന്ന് കണ്ടെത്തൽ. സമാധാനം പുനഃസ്ഥാപിക്കാൻ പ്രധാനമന്ത്രി ഇടപെടുന്നില്ലെന്ന് PCC അധ്യക്ഷൻ മേഘചന്ദ്ര 24-നോട്. ഉത്തർപ്രദേശിലെ സാംഭാലിൽ ഷാഹി മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായ വെടിവെപ്പിൽ മരണം 5 ആയി. 2 സ്ത്രീകളടക്കം 21 പേർ അറസ്റ്റിൽ.
സ്ഥലത്ത് നിരോധനാജ്ഞ തുടരുന്നു. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ BJP മനഃപൂർവ്വം ശ്രമിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ABVPയിൽ നിന്ന് അധ്യക്ഷപദം തിരിച്ചുപിടിച്ച് NSUI. ABVPക്ക് അധ്യക്ഷപദം നഷ്ടമായത് 7 വർഷത്തിനു ശേഷം. ഓർത്തഡോക്സ് യാക്കോബായ പള്ളിത്തർക്ക കേസിൽ ഹൈക്കോടതിയുടെ കോടതിയലക്ഷ്യ നടപടിയിൽ സർക്കാരിന് ആശ്വാസം. സർക്കാർ ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ ഇളവ് നൽകി സുപ്രീംകോടതി. പള്ളി സർക്കാർ ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് പരിശോധിക്കുമെന്നും സുപ്രീംകോടതി. കളമശ്ശേരിയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയ കേസിൽ നിർണായക അറസ്റ്റ്. പിടിയിലായത് പ്രതി ഗിരീഷ് കുമാറും സഹായി ഖദീജയും. ജെയ്സെ എബ്രഹാമിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കാനെന്ന് പോലീസ്. കോഴിക്കോട് ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ കോൺഗ്രസിന് തിരിച്ചടി. നയപരമായ തീരുമാനമെടുക്കുന്നത് വിലക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജിയിൽ ഇടക്കാല ഉത്തരവുമില്ല. കോടതിയെ സമീപിച്ചത് 11 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജിയിൽ നോട്ടീസ്. വാർത്താ പകലിന് വേണ്ടിയാണ് താൻ കാത്തിരുന്നതെന്ന് സീന മുഹമ്മദ് പറയുന്നത്. അപ്പോൾ ഇന്ന് പകൽ സംഭവിച്ച പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വൻ വോട്ട് ചോർച്ച. മന്ത്രി OR കേളുവിന്റെ തിരുനെല്ലി പഞ്ചായത്തിലും LDF പിന്നിലായി. അതേസമയം വോട്ട് കുറഞ്ഞത് അന്വേഷിക്കുമെന്ന് LDF വയനാട് ജില്ലാ കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. ആകെ 578 ബൂത്തുകൾ. ഇതിൽ 561ലും UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ലീഡ്. 13 ബൂത്തുകളിൽ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേരിയും 4ഇടങ്ങളിൽ NDAയുടെ നവ്യ ഹരിദാസും ഒന്നാമതെത്തി. മന്ത്രി OR കേളുവിന്റെ മണ്ഡലമായ മാനന്തവാടിയിലും പ്രിയങ്ക ഗാന്ധി മുന്നേറി. LDF ശക്തികേന്ദ്രമായ മന്ത്രിയുടെ തിരുനെല്ലി പഞ്ചായത്തിലും UDFനാണ് ലീഡ്. 241 വോട്ടിന്റെ ലീഡാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി നേടിയത്. സുൽത്താൻ ബത്തേരിയിൽ 97 ബൂത്തുകളിലാണ് LDF 3ാം സ്ഥാനത്തായത്. കൽപ്പറ്റയിൽ 35ഉം മാനന്തവാടിയിൽ 39 ബൂത്തുകളിലും 3ാം സ്ഥാനത്ത്. ക്രൈസ്തവ വോട്ടുകൾ അനുകൂലമാക്കാൻ കഴിഞ്ഞു എന്നത് NDAയ്ക്ക് നേട്ടമായി. മുള്ളൻകൊല്ലി, പുൽപ്പള്ളി, പൂതാടി പഞ്ചായത്തുകളിൽ NDA 2ാം സ്ഥാനത്തെത്തി. ബത്തേരി നഗരസഭയിൽ കഴിഞ്ഞ തവണ 5 ബൂത്തുകളിൽ മാത്രം 2ാം സ്ഥാനത്തായിരുന്ന NDA ഇത്തവണ 14 ബൂത്തുകളിൽ രണ്ടാമതെത്തിയത് NDAയുടെ വേരോട്ടത്തിന്റെ ആഴം കൂട്ടുന്നു. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് CPIM വയനാട് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഈ വോട്ടിംഗ് കുറഞ്ഞത് വളരെ ഗൗരവമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. നല്ലപോലെ ഞങ്ങളത് പരിശോധിക്കുന്നുണ്ട്. വോട്ട് കുറഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. ആ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല. ആ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് ആ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വോട്ട് ചോർച്ച CPIയും പരിശോധിക്കും. 24 വയനാട്. ഇനി മഹാരാഷ്ട്രയിലേക്കാണ്. മഹാരാഷ്ട്രയിൽ വമ്പൻ ജയം നേടിയിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയാതെ മഹായുതി സഖ്യം. RSS നേതൃത്വവും അജിത് പവാറും BJPയുടെ ദേവേന്ദ്ര ഫഡ്നാവിസിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും ഷിൻഡെ വിഭാഗം അവകാശവാദം കടുപ്പിക്കുന്നതാണ് പ്രതിസന്ധിക്ക് കാരണം. വോട്ടെടുപ്പിൽ കൃത്രിമം ആരോപിച്ച കോൺഗ്രസ് വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന ആവശ്യവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഫഡ്നാവിസോ ഏക്നാഥ് ഷിൻഡെയോ ആരാകും മുഖ്യമന്ത്രി? ദില്ലിയിൽ മുന്നണി നേതാക്കൾ അമിത്ഷായുമായി ചർച്ച ചെയ്ത ശേഷം പ്രഖ്യാപനം ഉണ്ടാകും. BJPയെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ച ഫഡ്നാവിസ് തന്നെ വേണമെന്നാണ് RSS. NCP നേതാവ് അജിത് പവാറും ഈ ആവശ്യത്തിൽ ഒപ്പമുണ്ട്. എന്നാൽ മറാഠ സമുദായക്കാരനായ ഷിൻഡെയ്ക്ക് ഒരിക്കൽ കൂടി അവസരം വേണമെന്നാണ് ശിവസേന ആവശ്യപ്പെടുന്നത്. ലാഡ്ലി ബഹൻ പോലെ തെരഞ്ഞെടുപ്പിൽ തുറുപ്പുചീട്ടായ പദ്ധതി ഷിൻഡെയുടെ ബുദ്ധിയെന്നാണ് വാദം. മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഷിൻഡെയെ പിണക്കാൻ BJP ശ്രമിച്ചേക്കില്ല. ഒരു മുഖ്യമന്ത്രി 2 ഉപമുഖ്യമന്ത്രിമാർ എന്ന ഫോർമുല തന്നെയാകും നടപ്പാവുക. നാളെ നിലവിലെ സർക്കാരിന്റെ കാലാവധി അവസാനിക്കും. അതേസമയം തെരഞ്ഞെടുപ്പിൽ വ്യാപക തിരിമറി നടന്നെന്ന് ആരോപിക്കുന്ന കോൺഗ്രസ് തോറ്റ മണ്ഡലങ്ങളിലെല്ലാം വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണമെന്ന് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഉടൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കും. വെള്ളിയാഴ്ച വരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപേക്ഷ നൽകാനുള്ള സമയം. അതേസമയം ദില്ലിയിലെത്തിയ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളെ ഹൈക്കമാൻഡിനോട് രാജ്യസന്നദ്ധത അറിയിക്കും. 24 മുംബൈ. ഇനി ഉത്തർപ്രദേശിലേക്കാണ്. മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ സംഭാലിൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. സംഘർഷത്തിന്റെ പേരിൽ സമാജ്വാദി പാർട്ടി MPക്കെതിരെ പോലീസ് കേസെടുത്തു. ഭിന്നിപ്പുണ്ടാക്കാൻ BJP മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. സമാജ്വാദി പാർട്ടി MP സിയാ ഉർ റഹ്മാനും പാർട്ടി MLA ഇക്ബാൽ മഹമ്മൂദിന്റെ മകനും എതിരെയാണ് പോലീസ് കേസെടുത്തത്. കലാപത്തിന് ആഹ്വാനം ചെയ്തതിനാണ് ഇവരുൾപ്പെടെ 7 പേർക്കെതിരെ നടപടി.
പാർട്ടി എംപിക്കെതിരെ കേസെടുത്തതിന് പിന്നാലെ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിച്ച് SP അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്തെത്തി. കലാപത്തിന് ആസൂത്രണം ചെയ്തത് യോഗി ആദിത്യനാഥ് സർക്കാരാണെന്നാണ് അഖിലേഷ് യാദവിന്റെ വിമർശനം. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ BJP മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്ത് കലാപമുണ്ടാക്കാൻ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണെന്നാണ് BJPയുടെ മറുവാദം. അതേസമയം സംഘർഷത്തിനിടെ വെടിയേറ്റ് ചികിത്സയിലായിരുന്ന 19-കാരൻ ഇന്ന് മരിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരടങ്ങിയ അഭിഭാഷക സംഘം കോടതി ഉത്തരവനുസരിച്ച് ഷാഹി ജുമാ മസ്ജിദിൽ സർവേക്കെത്തിയത്. മണിക്കൂറുകളോളം നീണ്ട സർവേ നടപടികൾക്കിടെ ജനക്കൂട്ടം അക്രമാസക്തരാവുകയായിരുന്നു. നവംബർ 30 വരെ പ്രദേശത്ത് നിരോധനാജ്ഞയും പ്രവേശന വിലക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉടൻ സഹായം നൽകുമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ് കിട്ടി. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസിനാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയത്. ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് KV തോമസിന്റെ പ്രതികരണം. 2000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്ത കേന്ദ്ര നിലപാടിനെതിരെ കേരളം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റിലെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിന് സഹായം നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. സമയബന്ധിതമായി നടപടികൾ പൂർത്തിയാക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പു നൽകിയെന്ന് KV തോമസ്. ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം, വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമയബന്ധിതമായ നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ ചോദിച്ചു. എനിക്ക് പറയാമോ സമയ പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് കേന്ദ്ര കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, കേരളത്തിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതിന് ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യമുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. ദുരിതമനുഭവിക്കുന്ന കർഷകരുടെയും വിദ്യാർത്ഥികളുടെയും വായ്പ എഴുതിത്തള്ളണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യമുന്നയിച്ചു. ഇക്കാര്യം പരിശോധിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയതായും KV തോമസ് വ്യക്തമാക്കി. 24 ഡൽഹി. കോടിക്കിലുക്കത്തിൽ IPL താരലേലം. IPL ടീമിൽ ഇടം പിടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് ഇനി വൈഭവ് സൂര്യവംശിക്ക് സ്വന്തം. 13-കാരനായ വൈഭവിനെ 1.1 കോടിക്ക് രാജസ്ഥാൻ റോയൽസാണ് ടീമിലെത്തിച്ചത്. IPL മെഗാ താരലേലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനിൽ, അങ്ങനെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു താരം കൂടി ഇതിന്റെ ഭാഗമാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, IPL-ൽ പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് വൈഭവ് സൂര്യവംശി എന്ന ബീഹാറുകാരൻ. വെറും 13 വയസ്സ് മാത്രമാണ് വൈഭവിന്റെ പ്രായം. അടുത്തിടെയാണ് അണ്ടർ-19 മത്സരത്തിലൊക്കെ തന്നെ ഇന്ത്യക്കായി കളിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ ഈ മത്സരത്തിൽ തന്നെ ഇന്ത്യക്കായി ഇറങ്ങി സെഞ്ചുറി അടക്കം നേടിയതോടുകൂടി അന്ന് തന്നെ ഈ താരം ഒരുപക്ഷെ IPL ടീമുകളിലേക്ക് വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്ര കണ്ട് വലിയ തുക പോകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലാണ് പ്രധാനമായും ഈ താരത്തിന് വേണ്ടി വലിയ മത്സരം നടന്നത്. ഒടുവിൽ 1.1 കോടിക്ക് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് വൈഭവിനെ സ്വന്തമാക്കുകയായിരുന്നു. ഈ ടീമിൻ്റെ പരിശീലകൻ എന്ന് പറയുന്നത് രാഹുൽ ദ്രാവിഡാണ്. അതുകൊണ്ട് തന്നെ ഈ വൈഭവിന് ഭാവിയിലേക്ക് കരുതി വെക്കാവുന്ന ഒരു താരം എന്ന തരത്തിൽ രാഹുൽ ദ്രാവിഡിൻ്റെ കീഴിൽ വളർന്നു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഞ്ജു സാംസനെയൊക്കെ തന്നെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ രാഹുൽ ദ്രാവിഡിൻ്റെ പങ്ക് വലുതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് മുതൽക്കൂട്ടാവുന്ന തരത്തിൽ വൈഭവിനെയും രാഹുൽ ദ്രാവിഡ് വളർത്തിയെടുക്കുമെന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഇനി മറ്റ് താരലേലത്തിൻ്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ താരലേലം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ അൺസോൾഡ് ആയ പ്ലെയേഴ്സിനെയൊക്കെ തന്നെ രണ്ടാം ഘട്ടത്തിൽ വീണ്ടും വിളിക്കാനുള്ള ഒരു അവസരം കൂടി ടീമുകൾക്ക് നൽകുകയാണ്. ഇതിന് പ്രകാരം ഇപ്പോൾ അജിൻക്യ രഹാനെയെ KKR കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഡേവിഡ് വാർണറെ, IPL-ലെ എക്കാലത്തെയും മികച്ച താരങ്ങളുടെ കൂട്ടത്തിൽ വരുന്ന ഡേവിഡ് വാർണറെ രണ്ടാം തവണയും ആരും വാങ്ങിയിട്ടില്ല. ഇതോടുകൂടി ഡേവിഡ് വാർണറുടെ IPL കരിയർ ഏതാണ്ട് തീർന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാമെന്ന് പറയുന്നു. വളരെ ഞെട്ടലുണ്ടാക്കുന്ന മറ്റൊരു ബിഡ് ഉണ്ടായിരുന്നത് ഷാർദുൽ താക്കൂറിൻ്റെ കാര്യത്തിലാണ്. മുൻകാലങ്ങളിലൊക്കെ തന്നെ വലിയ തുകയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുള്ള ഷാർദുൽ താക്കൂർ ഇപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ സർക്കിളുള്ള ഷാർദുൽ താക്കൂറിന് രണ്ടാം തവണയും ആരും വിളിച്ചിട്ടില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ്. മറ്റൊരെണ്ണം ജെയിംസ് ആൻഡേഴ്സിൻ്റെതാണ്. ജെയിംസ് ആൻഡേഴ്സൺ 42 വയസ്സുള്ള ആൻഡേഴ്സൺ ആദ്യമായി IPL-ൽ പേര് രജിസ്റ്റർ ചെയ്തതാണ്. അദ്ദേഹത്തിനെയും ഇത്തവണ ആരും വാങ്ങിയിട്ടില്ല. ഉന്മേഷ്. അനിൽ വാസ്തവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കുറ്റകൃത്യങ്ങളുടെ വാർത്താ ലോകത്തേക്കാണ്. ഹലോ പോലീസ് സ്റ്റേഷനാണ്.
കണ്ണൂർ വളപട്ടണത്ത് പൂട്ടിയിട്ട വീട് കുത്തിത്തുറന്ന് വൻ കവർച്ച. 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും കവർന്നു എന്നാണ് പരാതി. കണ്ണൂരിലെ വ്യാപാരി KP അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി കണ്ണൂർ റൂറൽ പോലീസ് മേധാവി പ്രതികരിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച വീട് പൂട്ടി മധുരയിലെ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അഷ്റഫും കുടുംബവും. ഇന്നലെ രാത്രി മടങ്ങിയെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത്. അവർ ഇന്നലെയാണ് മധുരയിൽ നിന്ന് വന്നത്, രാത്രി 9:15 മണിക്ക്. അപ്പോൾ ഇത് വീട് തുറന്ന് നോക്കുമ്പോൾ ഇതിൽ സ്വർണ്ണവും പൈസ എല്ലാം പോയിട്ട് കാണുന്നുണ്ട്. ഏകദേശം 1 കോടിക്ക് അടുപ്പിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. ഇതിന് അക്കൗണ്ട് നോക്കിയാലേ മനസ്സിലാവും. സ്വർണ്ണം ഏതല്ല അവരെ മകളതും പിന്നെ മകൻ്റെ ഭാര്യൻ്റെത് അതല്ല, കാരണം ഇവിടെ ലോക്കറിലുണ്ട്, ഇവിടെ വെക്കില്ല. പിന്നെ പെങ്ങളത് അവർ ഒരു CCTV 2 ആളുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. വീടിന്റെ മതിൽ ചാടിക്കടന്ന് മോഷ്ടാക്കൾ അകത്തു കിടക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. CCTV ദൃശ്യങ്ങൾ പ്രകാരം കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. അടുക്കള ഭാഗത്തെ ഗ്രിൽ തകർത്ത മോഷണ സംഘം ജനൽ അഴിച്ചുമാറ്റി ബെഡ്റൂമിനുള്ളിൽ കടന്നു. അലമാര തകർത്ത് ബെഡ്റൂമിലെ ലോക്കറിന്റെ താക്കോൽ കണ്ടെത്തി. തുടർന്ന് ലോക്കർ തുറന്ന് 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും കവർന്നു. വീടിന്റെ മുകൾ നിലയിലെ മുറിയിലും മോഷണ ശ്രമം. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി റൂറൽ പോലീസ് മേധാവി അനൂജ് പലിവാൾ. ടീം നോക്കുന്നുണ്ട്, എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് അനുസരിച്ച് ബാക്കി നടപടി എടുക്കും. ഇതുവരെ പരിശോധന നടക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലൂ കിട്ടുമ്പോൾ ബാക്കി നടപടി എടുക്കും. ഇതുവരെ ഒന്നും പറയാൻ പറ്റില്ല. ടീം നോക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ബാക്കി നടപടി. സ്ഥലത്ത് ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. മോഷണം നടന്ന മുറിയിൽ നിന്ന് മണം പിടിച്ച പോലീസ് നായ വളപട്ടണം റെയിൽവേ സ്റ്റേഷൻ വരെ സഞ്ചരിച്ചു. മോഷ്ടാക്കൾ റെയിൽവേ സ്റ്റേഷൻ വഴി രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം. മോഷണം നടന്ന വീടുമായി അടുത്ത ബന്ധമുള്ളവരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുക്കുന്നുണ്ട്. 300 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 കോടി രൂപയും സമീപകാലത്തെ ഏറ്റവും വലിയ കവർച്ചകളിലൊന്ന്. മോഷണത്തിന് ശേഷം സംഘം കർണാടകയിലേക്ക് കടന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൃത്യമായ ആസൂത്രണമുണ്ടായെന്നും പോലീസ് സംശയിക്കുന്നു. മോഷണത്തിനായി കൊട്ടേഷൻ നൽകിയെന്ന സംശയവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. എറണാകുളം കളമശ്ശേരി JC എബ്രഹാം കൊലക്കേസിൽ 2 പേർ അറസ്റ്റിൽ. പ്രതികളായ ഗിരീഷ് ബാബുവും ഖദീജയും JCയെ തലയിൽ ഡംബല കൊണ്ടടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പണത്തിനും സ്വർണത്തിനും വേണ്ടിയാണ് കൊലപാതകമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. കൂനംതൈല ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന JC എബ്രാഹിമിനെ കൊലപ്പെടുത്താൻ ഗിരീഷ് ബാബുവും കാമുകി ഖദീജ എന്ന ബബിതയും 1.5 മാസം മുൻപേ പദ്ധതിയിട്ടിരുന്നു. സമീപത്ത് CCTVകളില്ല എന്ന് ഉറപ്പുവരുത്താനായി ഗിരീഷ് ബാബു സ്ഥലം നേരത്തെ പരിശോധിച്ചു. ഗിരീഷ് ബാബുവിന്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ JCയുടെ സ്വർണവും പണവും കവരുകയായിരുന്നു കൊലപാതകത്തിലൂടെ ലക്ഷ്യമിട്ടത്. ഇതിനായി ആസൂത്രണം നടത്തിയ ഗിരീഷ് ബാബുവും ഖദീജയും ഫ്ളാറ്റിലെത്തി മദ്യപിച്ച ശേഷം അബോധാവസ്ഥയിലായി JCയുടെ തലയിൽ ഡംബിൾ ഉപയോഗിച്ച് അടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. മരണകാരണം തലയിൽ ഉണ്ടായിട്ടുള്ള പല ഭാഗത്തുണ്ടായിട്ടുള്ള മുറിവുകളാണ്. ഈ കേസിൽ ഇദ്ദേഹം ആ സ്ഥലത്ത് നേരത്തെ തന്നെ വന്ന് പരിശോധിക്കുകയും അതിനുശേഷം 17-ാം തീയതി 10 അവിടെ എത്തുകയും 12:30 മണിക്ക് ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ സംഭവം നടത്തിയതും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓട്ടോയിൽ തിരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം കുളിമുറിയിലേക്ക് വലിച്ചു നീക്കിയിട്ടു. അങ്കമാലിയിലെ ബന്ധുവീട്ടിൽ താമസിച്ച ഗിരീഷ് മോഷ്ടിച്ച വളകളും മാലയും ഇടുക്കിയിലെത്തിയാണ് വിറ്റത്. ഇത് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. JCയുടെ ഫ്ളാറ്റിന് സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യമാണ് കേസിൽ നിർണായകമായത്. സംഭവ ദിവസം ഗിരീഷ് ഫ്ളാറ്റിലേക്ക് പോകുന്നതും മറ്റൊരു ടീഷർട്ട് ധരിച്ച് ഫ്ളാറ്റിൽ നിന്ന് മടങ്ങുന്നതും CCTVയിൽ വ്യക്തമായിരുന്നു. 24 കൊച്ചി. തൃശൂരിൽ പോലീസ് ജീപ്പിന് മുകളിൽ കയറി യുവാവിന്റെ അഭ്യാസ പ്രകടനം. ആമ്പക്കാട് പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെയാണ് പുഴക്കൽ സ്വദേശി അഭിത്ത് നൃത്തം ചെയ്തത്. പിന്നീടുണ്ടായ സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. മുകളിൽ കയറി അഭിത്തിനെ താഴേക്ക് തള്ളിയിട്ടു. പിന്നാലെയുണ്ടായ സംഘർഷത്തിൽ പോലീസുകാർക്കടക്കം പരിക്കേറ്റു. സംഭവവുമായി ബന്ധപ്പെട്ട് 15 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. അഭിത്ത്, സഹോദരൻ അജിത്ത്, ചിറ്റാട്ടുകര സ്വദേശി ധനൻ, കുന്നത്തങ്ങാടി സ്വദേശി എഡ്വിൻ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തൃശൂർ. ഇനി 24 ക്യാമ്പയിനിലേക്കാണ്. ചുരം ഇറങ്ങാതെ ചികിത്സ വേണം.
പരാധീനതകൾക്ക് നടുവിലാണ് വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ്. എക്സ്റേ, സ്കാനിംഗ് സൗകര്യങ്ങളുടെ അപര്യാപ്തത രോഗികളെ വലയ്ക്കുന്നുണ്ട്. ആദിവാസി വിഭാഗങ്ങൾ ഉൾപ്പെടെ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിനാണ് ഈ ദുരവസ്ഥ. വയനാടിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ പൊതുജന സമക്ഷത്തേക്കും അധികാരികളിലേക്കും എത്തിക്കുന്ന 24 വാർത്താ പരമ്പര തുടരുകയാണ്. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ 2 എക്സ്റേ മെഷീനുകളുണ്ട്. OP കൗണ്ടറിന് സമീപത്തായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റിന്റെ അവസ്ഥ കാലങ്ങളായി ഇങ്ങനെയാണ്. ഈ അടച്ചിട്ട മുറിയിൽ എക്സ്റേ യൂണിറ്റ് വിശ്രമത്തിൽ. അത്യാഹിത വിഭാഗത്തിന് താഴെയുള്ള മറ്റൊരു യൂണിറ്റ് കൊണ്ടാണ് ഈ സംവിധാനം നിലനിന്നു പോകുന്നത്. എക്സ്റേ എടുക്കാൻ തിരക്കുള്ള സമയങ്ങളിൽ OPയിലും കാഷ്വാലിറ്റിയിലും വരുന്ന രോഗികൾ പുറത്തെ സംവിധാനങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ഈ ആശുപത്രിക്ക് അടിയന്തരമായിട്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള CTയും MRIയും എക്സ്റേ മെഷീനും അതുപോലെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ ഗവൺമെൻറ് സജ്ജമാകേണ്ടതുണ്ട്. കേടുവരുന്ന സമയം 2-3 മാസം CT സ്കാൻ മുടങ്ങുകയും പിന്നെ പ്രവർത്തനക്ഷമമല്ലാതിരിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ്. അതുകൊണ്ട് ഏറ്റവും ആധുനിക രീതിയിലുള്ള ഒരു CT സ്കാനും MRIയും അടക്കം ഈ ജില്ലാ ആശുപത്രിയിൽ അത്യന്താപേക്ഷിതമാണ്. CT സ്കാനിന്റെ സ്ഥിതിയും ഇതുപോലെയെന്ന് ആശുപത്രിയിലെത്തിയവർ പറയുന്നു. 2012 MP ആയിരുന്ന MI ഷാനവാസാണ് CT സ്കാൻ മെഷീൻ കൈമാറിയത്. വലിയ തുക നൽകിയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നത്. MRI സ്കാനിംഗ് യൂണിറ്റ് ഇവിടെയില്ല. അതിനാൽ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണ്. നിർധനരായ മനുഷ്യർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ചുരമിറങ്ങാതെ വഴിയില്ല. നമുക്കിവിടെ ഒരു അത്യാവശ്യം വേണ്ടത് ഒരു MRI സ്കാനിങ്ങോടെയും നമ്മുടെ ഈ മെഡിക്കൽ കോളേജിന് ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല ഉചിതമായ ഒരു സംഭവം. നമ്മൾ രോഗികൾ എത്രയോ മരണപ്പെടാണ്ട് നമുക്കിവിടെ പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടുത്തെ സ്ഥിതികൾ മൊത്തത്തിൽ മാറ്റം വരുത്തണം. നല്ലൊരു മെഡിക്കൽ കോളേജ് തന്നെ പേരിലൊതുങ്ങാണ്ട് ഇവിടെ നിലവിൽ വേണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇങ്ങനെ അപര്യാപ്തതകൾ ഏറെയുണ്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ. MRI സ്കാനിംഗ് ഇല്ലാത്ത സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് മാനന്തവാടിയിലേത്. CT സ്കാൻ മെഷീനും പ്രവർത്തനം കാര്യക്ഷമമാകുന്നില്ല. ഭാഗികമായി മാത്രമാണ് എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്നത്. ഇതിനൊരു മാറ്റം വേണ്ടേ? മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പ്രൈം ടൈമിലേക്ക് തിരികെ ഇനി വാൽകൃഷ്ണ. പാലക്കാട്ട് തോൽവിക്ക് ശേഷം BJPയിൽ പലതരത്തിലുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ നടക്കുന്നുണ്ട്. K. സുരേന്ദ്രൻ BJP സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചു എന്നാരോപിച്ച് BJP കൗൺസിലറും രംഗത്തെത്തി. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ പാളിപ്പോയത് എന്തെല്ലാം? M. അഫ്സൽ തയ്യാറാക്കിയ വാൽകൃഷ്ണത്തിലേക്ക്. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട്, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോട് പറയുന്നത് ആകെ പ്രശ്നമാണല്ലോ. പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമല്ലേ ശിവരാജേട്ടാ? രഘുനാഥിന്റെ ബൂത്തിന്റെ കാര്യം നോക്കിയാൽ മതി. രഘുനാഥേട്ടാ, സംഗതി ഗുരുതര പ്രശ്നമാണ്. പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നമില്ല. നിങ്ങളെ ജില്ലാ പ്രഭാരി പറയണത് പ്രശ്നമൊന്നുമില്ല എന്നാണ്. അത് വിശ്വസിക്കട്ടെ. അദ്ദേഹത്തിന് ഈ പാലക്കാട് നഗരത്തിന്റെ അതിർത്തി അറിയോ? ഈ രഘുനാഥ് പറഞ്ഞ ആൾ 6 മാസം ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു കൊല്ലമായിട്ട്. അയാൾക്ക് പാലക്കാട് നഗരത്തോട് 4 അതിർത്തികൾ അറിയോ? അപ്പൊ നഗരത്തിന്റെ അതിരും വരുമ്പൊക്കെ അറിയണ കൗൺസിലർമാരാരെങ്കിലും ഉണ്ടോ അവിടെ? ഉണ്ടെങ്കിൽ പറയും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. എന്നാ പറഞ്ഞോളി, എന്തൊക്കെ പ്രശ്നം? സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചകൾ ഉണ്ടെന്നുള്ള സംശയമേ ഇല്ല. പ്രശ്നം നമ്പർ 1, സ്ഥാനാർത്ഥി നിർണയം പാളി. ഇനി അടുത്ത പ്രശ്നം പറയും. സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ഒരേ സ്ഥാനാർത്ഥി വേണ്ട. ചർവണം പോലെ നിങ്ങളെല്ലാം വീണ്ടും റീപ്രൊഡ്യൂസ്. രണ്ടാമതും സ്ഥാനാർത്ഥി തന്നെ പ്രശ്നം. ഇപ്പോൾ പരാജയപ്പെടുമ്പോ എല്ലാം അദ്ദേഹം മോശക്കാരനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അല്ല പ്രമീള ചേച്ചി, മൂപ്പരെ നിർത്തുന്നതിന്റെ മുമ്പ് ആരും പറഞ്ഞില്ലേ മൂപ്പര് വേണ്ടാന്ന്? ഈ പ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മുന്നിൽ തന്നെ നമ്മൾ സംസ്ഥാന ഘടകത്തോട് പറഞ്ഞിരുന്നു അതിലൊരു മാറ്റം വേണം. അത് കൃഷ്ണകുമാറിന്റെ പേര് തന്നെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിഷമമുണ്ട് എന്നുള്ളത് അറിയിച്ചിരുന്നു. ശരി, ഇനി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. പക്ഷേ സംസ്ഥാനം അത് തീരുമാനിച്ചു കൃഷ്ണകുമാറിന്റെ പേര് തന്നെയാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ പിന്നെ ഒറ്റക്കെട്ടായി കൃഷ്ണകുമാറിന്റെ കൂടെ തന്നെയായിരുന്നു ഞങ്ങൾ. അല്ല, ഇതിപ്പോ ആരൊക്കെയാണ് മൂപ്പര് വേണ്ടാന്ന് പറഞ്ഞിരുന്നേ? കാരണം ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാൽ കൃഷ്ണകുമാർ വേണ്ട, എപ്പോഴും ഒരേ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് വേറെ ആരെയും നിർത്താനില്ലേ? നിങ്ങളെന്താ BJPയിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അദ്ദേഹം മത്സരിക്കരുത് എന്നല്ല അതിന്റെ അർത്ഥം. അല്ല, അർത്ഥം അതല്ല. മൂപ്പരെ നിർത്തിയാല് വോട്ട് ചെയ്യൂലാന്ന്, അല്ലാതെ സ്ഥാനാർത്ഥിയായി നിർത്തണ്ടെന്നൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കിയത്. കൃഷ്ണകുമാറിന്റെ പേര് വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ നോട്ടൊക്കെ വോട്ട് ചെയ്യുള്ളൂ. അത് ശരി. ഈ സ്ഥാനാർത്ഥിനെ പറ്റാത്തോണ്ട് നോട്ടൊക്കെ എത്ര ആൾക്കാർ വോട്ട് ചെയ്തു? നോട്ടൊക്കെ 1500 കിട്ടിയിട്ടുണ്ട്. സുരേന്ദ്രേട്ടാ,
നിങ്ങളെ സ്ഥാനാർത്ഥിനെ പറ്റാത്തതുകൊണ്ട് നോട്ടക്ക് 1500 ആൾക്കാർ വോട്ട് ചെയ്തു എന്നാണ് നിങ്ങളെ പാർട്ടിയുടെ കൗൺസിലർ പറയുന്നത്. ഞാനിവിടെ ഇരുന്ന് ഇപ്പൊ എന്ത് ചെയ്യും? അയാളുടെ ഉത്തരവാദിത്തമല്ലേ ഇത് ചലിപ്പിക്കുന്നത്? അയാൾക്ക് പറ്റിയില്ലെങ്കിൽ സാറ് രാജിവെക്കണം. പാലക്കാട് പെട്ടി പൊട്ടിച്ചതിനേക്കാൾ പൊട്ടിക്കലാണ് ഇപ്പോൾ ഓരോരുത്തർ പൊട്ടിക്കുന്നത്. ചിലവർ പൊട്ടിത്തെറുക്കണു, വേറെ ചിലവർ രാജിവെക്കുമെന്ന് പറഞ്ഞ് പൊട്ടിക്കണു. പല സൈഡിൽ നിന്നും പല വിധത്തിലുള്ള പല പണികളും പലരും തരാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു സുരേന്ദ്രേട്ടൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. അത്രേ. ഞാൻ രാജിവെച്ചേക്കും കേട്ടോ എന്ന് വിളിച്ചു പറയിപ്പിച്ചതിന് ശേഷം അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പുറകിൽ ആരെങ്കിലും വിളിച്ചു പറയുന്ന കരുതിയിട്ടാണ്. ഇതൊക്കെ നാടകമല്ലേ? പഠിച്ച കള്ളനവൻ. ഇതൊന്നും അവന്റെ നല്ലതെന്ന് എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നതും അല്ലവൻ. അപ്പൊ സുരേന്ദ്രേട്ടന് രാജിവെക്കുമെന്ന് പറഞ്ഞത് മൂപ്പര് മനസ്സിൽ തട്ടിപ്പറഞ്ഞതാണോ, മൂപ്പര് അതിനി ആവർത്തിക്കുമോ? ഇതൊക്കെ കണ്ടിട്ട് മേളിലിരിക്കണവര് മൂപ്പരുടെ രാജിക്ക് പച്ചക്കൊടി വീശോന്നൊക്കെ പൊട്ടിത്തെറികളുടെ ബലത്തിനനുസരിച്ചിരിക്കും. പ്രൈം ടൈം പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് സ്റ്റേറി സുഹൈലെത്തും. നമസ്കാരം.